ശശി തരൂരിന്റെ കുടുംബാധിപത്യ പരാമർശത്തെ തള്ളി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അത്തരം പരാമർശം നടത്തുന്നവരോട് സഹതാപം മാത്രമാണുള്ളതെന്നും കോൺഗ്രസിന്റേത് കുടുംബാധിപത്യം എന്ന് പറയുന്നത് നീതീകരിക്കാനാകില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. തരൂർ എന്തുകൊണ്ട് ഇത്തരം പരാമർശം നടത്തിയെന്ന് തരൂർ വിശദീകരിക്കണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി S. ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഏതായാലും കുറച്ച് ദിവസം കഴിഞ്ഞു എങ്കിലും അവസാനം KC വേണുഗോപാലിൽ നിന്ന് പ്രതികരണം ഉണ്ടായിരിക്കുകയാണ്. ശശി തരൂരിനെ തള്ളിക്കൊണ്ട് KC വേണുഗോപാൽ രംഗത്ത് വരുന്നു. വിവരങ്ങൾ. നീലിമ, കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവേ പരോക്ഷമായി ശശി തരൂരിന് മറുപടി നൽകിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് നിലവിലിപ്പോൾ KC വേണുഗോപാൽ തരൂരിനെ കടന്നാക്രമിച്ച് രംഗത്തെത്തിയത്. നാടിനു വേണ്ടി ജീവൻ ത്യജിച്ചവരാണ് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും, അത് ജനങ്ങൾക്കറിയാം എന്നാണ് KC വേണുഗോപാൽ തരൂരിനോട് പറയുന്നത്. അത് കുടുംബാധിപത്യമാണെന്ന് പറയുന്നവരോട് സഹതാപം മാത്രമാണെന്നും KC വേണുഗോപാൽ പറയുന്നു. ജനകോടികളുടെ അംഗീകാരം നേടിയിട്ട് വരുന്ന നേതാക്കളാണ് നെഹ്റുവും ഇന്ദിരാഗാന്ധിയും എല്ലാം. അത് കുടുംബാധിപത്യമാണെന്ന് പറയുന്നത് ഒരു കാരണവശാലും നീതീകരിക്കാൻ കഴിയുന്നതല്ലെന്നും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പരാമർശം നടത്തിയതെന്ന് തരൂർ തന്നെ വ്യക്തമാക്കണമെന്നും KC വേണുഗോപാൽ പറയുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിൽ വീണ്ടും തരൂർ കോൺഗ്രസ് പോര് മൂർച്ഛിക്കുകയാണ്. ഈ അടുത്ത് ഒരു മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിലാണ് കുടുംബാധിപത്യത്തിനെതിരെ ശശി തരൂർ ആഞ്ഞടിച്ചത്. നമുക്കറിയാം, കോൺഗ്രസിന്റെ കാര്യമെടുത്താൽ ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധി, ഇന്ദിരയ്ക്ക് ശേഷം രാജീവ്, ഇതിനിടയിൽ കോൺഗ്രസിന്റെ ഈ നെഹ്റു കുടുംബത്തിൽ നിന്നും കൊള്ളാവുന്ന ഒരാൾ പ്രധാനമന്ത്രി പദത്തിലേക്ക് നൽകാൻ ഇല്ലാതിരുന്ന പശ്ചാത്തലത്തിലാണ് പുറത്തുനിന്നും ഒരാളെ അവിടേക്ക് അവർ കൊണ്ടുവന്നത്. അങ്ങനെ കുടുംബാധിപത്യത്തിന് കീഴിൽ കോൺഗ്രസ് ഞെരിഞ്ഞമരുന്ന കാഴ്ച അതിനുശേഷം 2009 മുതൽ ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കോൺഗ്രസിന് ഉയർത്തിക്കാണിക്കാനുണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിയുടെ പേര് മാത്രമാണ്. ഈ ഒരു പശ്ചാത്തലം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ശശി തരൂർ ഇത്തരമൊരു പ്രതികരണം നടത്തിയത്. അത് ശശി തരൂരിനെ അതിന്റെ അന്തസത്ത ഉൾക്കൊള്ളാതെ ശശി തരൂരിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി തന്നെ അതിന് ഇപ്പോൾ ചുക്കാൻ പിടിക്കുകയാണ്. ശരി, ശ്രീകാന്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.